ഹായ് മക്കളെ, എന്തൊക്കെയാണ് ഇപ്പോൾ +1 ഒക്കെ കഴിഞ്ഞു വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പല കുട്ടികൾക്കും ഒരു ആഗ്രഹം ഉണ്ട്, എനിക്കൊരു എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്കാണ് ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. +1 +2 പഠനം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുന്ന അത്രത്തോളം നിങ്ങൾക്ക് നോളജ് കൂടും. അപ്പോൾ പല എൻട്രൻസ് എക്സാമുകൾക്കും +1 മാർക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല. +1 മാർക്കാണ് ഞാൻ പറയുന്നത്, പക്ഷേ നോളേജ് ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പോൾ +2 മാർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് അത് അത്രയധികം ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നീറ്റ് ജെഇഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എയിംസ് ഡൽഹി, അതേപോലെ IIT മദ്രാസ് ഒക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ അതേ രീതിയിൽ അതേ കട്ടക്ക് നിൽക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മറ്റ് സ്ഥലത്തുകളും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റി അറിയാത്ത ആളുകളൊക്കെ അതിനെ പറ്റിയുള്ള അപ്ഡേഷൻ വീഡിയോസുകളൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നല്ല. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെയൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് +2 പഠനത്തോടൊപ്പം തന്നെ JEE നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ JEE നീറ്റിനൊക്കെ സാധാരണ നമ്മൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച എയിമിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്കൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് വൃത്തിയിൽ ഉള്ളിലൂടെ നിങ്ങൾ അത്രയും ഡെപ്തായിട്ട് പഠിച്ചാൽ മാത്രമേ JEE നീറ്റ് പോലത്തെ എക്സാമുകൾക്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാർക്കുള്ള കുട്ടിക്ക് ചിലപ്പോൾ എന്താക്കാൻ പറ്റണമെന്നില്ല, എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞ 70%, 65% ഉള്ള കുട്ടിക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എൻട്രൻസ് മെത്തേഡിൽ നമ്മൾ എന്താക്കണം, ആ ടോപ്പിക് എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കോഴ്സാണ് സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ് JEE ഒക്കെ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതിയിട്ട്, അതായത് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും കോൺസെപ്റ്റൊക്കെ വൃത്തിയിൽ പഠിപ്പിച്ചുകൊണ്ടും കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, അതായത് +2 കുട്ടികൾക്ക് നടത്തുന്ന പ്രോഗ്രാമാണ് നമ്മുടെ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾക്ക്, അതായത് JEE നീറ്റിനൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുകയും അതോടൊപ്പം തന്നെ അത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ അതിന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ഇനി ഒരുപാട് ദിവസങ്ങളില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഉപകാരമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ദിവസം ലേറ്റ് ആകുന്നതിനനുസരിച്ച് അത്രയും സിലബസ് നമുക്ക് കവർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കാതെ തന്നെ ആദ്യ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. താഴെ നമ്പറിൽ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിലേക്ക് വിളിച്ചുകൊണ്ടോ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പോൾ കൂടുതൽ സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വരിക. നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഇത് തന്നെയാണ് ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ടത്. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം ലേണിംഗ്. ബൈ.